മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികൾ മുംബൈയിൽ. കുട്ടികൾ സലൂണിലെത്തി മുടി വെട്ടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇതിന് പോയാൽ നമുക്ക് മറ്റേ കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഈ കുട്ടികൾ മുംബൈയിൽ എവിടെ നിന്നാണ് എന്നുള്ളതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാട് വിട്ടതെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? കുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും അതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ സലൂണിൽ നിന്നും പുറത്തുപോയ ഈ കുട്ടികൾ എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്ന് 11:30 മണിയോട് കൂടിയാണ് ഇവർ മുംബൈയിൽ എത്തിയിട്ടുള്ളത്. ഒരു 2 മണിക്ക് ശേഷമാണ് ഈ CST സ്റ്റേഷനടുത്തുള്ള ഒരു സലൂണിൽ ഇവർ മുടി മുറിക്കുന്നത്. അതൊരു മലയാളിയുടെ സലൂൺ തന്നെയായിരുന്നു. അവിടുത്തെ അതിന്റെ ഉടമ ഈ കുട്ടികളുമായി സംസാരിച്ചു. അപ്പോൾ അവർ അവിടെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് ആണ് പറഞ്ഞത്. പിന്നീട് അവരുടെ സംസാരത്തിൽ പല സംശയങ്ങൾ തോന്നി. മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു യുവാവിന്റെ നമ്പർ കൊടുക്കുകയും അവരുമായി സംസാരിച്ചത് മഞ്ചേരിക്കാരനായ ഒരു യുവാവിന്റെ നമ്പറിലാണ് ഇവർ പിന്നീട് സംസാരിച്ചത്. ആ യുവാവ് പിന്നീട് അവിടേക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സലൂൺ ഉടമയും പറയുന്നത്. ഈ കുട്ടികൾ അവിടുന്ന് പൻവേലിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളത് അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പൻവേലിൽ വന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോരുന്നുള്ള ട്രെയിനിൽ പോരുന്നുള്ള ശ്രമമായിരിക്കാം എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. മുംബൈ മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ മുംബൈ പോലീസും ഈ കാര്യത്തിൽ പൻവേൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഇടങ്ങളിൽ പരിശോധനയും അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ്. ശാന്തകുമാർ, ഈ പെൺകുട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് മുംബൈയിലേക്ക് പോയതെന്നുള്ള വിവരങ്ങൾ, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ് ഇവർ. പരീക്ഷയ്ക്ക് നിൽക്കാതെയാണ് ഇവർ 12:00 കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വഴി യാത്ര ചെയ്തിട്ടുള്ളത്. എന്താണ് യാത്രയ്ക്ക് കാരണമെന്നുള്ളത് വീട്ടുകാർക്ക് കൃത്യമായി അറിയുന്നില്ല. കാരണം അത്തരം ഒരു പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും വീട്ടുകാർക്കും അറിയില്ല. പിന്നീട് അറിയാൻ കഴിയുന്നത് പോലീസും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴി ഒരു മഞ്ചേരിക്കാരനായ ഒരു യുവാവുമായി സൗഹൃദമുണ്ട്. ഈ സൗഹൃദത്തിന്റെ ബലത്തിലാണ് ഇവർ അങ്ങോട്ട് പോയിട്ടുള്ളത്, മുംബൈയിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ കുട്ടികളുടെ കൈവശം ഇപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകൾ ഇവർ ഉപയോഗിക്കുന്നില്ല, ഫോണും ഉപയോഗിക്കുന്നില്ല, മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്ന നമ്പർ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പകരം അവർ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഈ ഫോണിലേക്ക് വിളിച്ച മറ്റ് നമ്പറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മഞ്ചേരിയിൽ നിന്നുള്ള യുവാവിന്റെ ഈ ട്രെയിനിൽ ഈ വിദ്യാർത്ഥികൾക്കൊപ്പം യുവാവ് യാത്ര ചെയ്തിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ യുവാവിന്റെ ഫോൺ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സൈബർ സെല്ലിൽ നിന്നും മറ്റും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ ശ്രമം തുടരുന്നത്. സംഗീത. ശരി ശാന്തകുമാർ.